നമ്മുടെ ഒരു വർഷത്തെ ഭക്തസംഘടനകളുടെ എല്ലാം ഒരു വിലയിരുത്തലും പ്രവർത്തനങ്ങളുടെ അവലോകനവും നടക്കുന്നതോടൊപ്പം തന്നെ അറിഞ്ഞോ അറിയാതെയോ ഒരു വാക്ക് കൂട്ടിച്ചേർത്തത് എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നു. അവയെ ഓർത്ത് സന്തോഷിക്കാനും ആ സന്തോഷത്തെ ആഘോഷമാക്കി മാറ്റാനും ഇടവകയായി നാം ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. നമുക്കറിയാം, ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ദേഹവിയോഗവുമായി ബന്ധപ്പെട്ട സഭ പ്രാർത്ഥനാപൂർവം ആയിരിക്കുന്ന കാലഘട്ടമാണ്. ഇന്ന് വരെ ഒരു മതപുരോഹിതന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ബഹുമതിയും ആദരവും ലോകം നൽകി അദ്ദേഹത്തെ യാത്രയാക്കി. 2 ഡസനിൽ അധികം രാഷ്ട്ര നേതാക്കന്മാരും ലോകത്തെ എല്ലാ അപ്പസ്തോലിക സഭകളുടെ തലവന്മാരും പിതാക്കന്മാരും ഈ പ്രിയപ്പെട്ട പിതാവിന്റെ കബറിട ശുശ്രൂഷയിൽ സംബന്ധിച്ചത് നമ്മൾ കണ്ടതാണ്. എന്താണ് ക്രിസ്തുവിന്റെ വികാരിയായി കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായി ഈ മാർപ്പാപ്പ തന്റെ ശുശ്രൂഷ ചെയ്തപ്പോൾ അദ്ദേഹം കൊടുത്തതായ സാക്ഷ്യം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് മാർപ്പാപ്പായുടെ ജീവിതം ഇത്രയേറെ ശ്രദ്ധിക്കപ്പെട്ടത് എന്നുള്ളതാണ്. അതിന് മറുപടി ഇതേ ഉള്ളൂ. അദ്ദേഹം പ്രസംഗത്തെക്കാൾ ഉപരി പ്രവൃത്തിയിൽ അത് പ്രാവർത്തികമാക്കി എന്നുള്ളത്. അദ്ദേഹം തന്റെ വാർദ്ധക്യത്തിന്റെ നാളുകളിലും പ്രസംഗങ്ങളെ പ്രവൃത്തിയിൽ സാക്ഷ്യമാക്കി കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇത് നമ്മുടെ മധ്യത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്ക് വളരെ പരിചിതമായ ഒരു സന്ദേശം. വിശുദ്ധനായ ഗീവർഗീസ് നടത്തിയിരുന്ന ഇടവകയെ നാം ആഘോഷിക്കുകയും ഗീവർഗീസ് തന്റെ ജീവനേക്കാൾ ഉപരിയായി കർത്താവിനെ സ്നേഹിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത. ആ വിശ്വാസ പാരമ്പര്യമുള്ള ലിബിയയുടെ മണ്ണിൽ നിന്ന് അർമേനിയൻ ഓർത്തഡോക്സ് വിശ്വാസധാരികളായ ഒരു കൂട്ടം ആളുകളിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ലിബിയയുടെ തീരത്ത് ഇങ്ങനെ കടൽ തീരത്ത് കൊണ്ടുപോയി മുട്ടുകുത്തി നിർത്തി കഴുത്തറുത്ത് കൊല്ലുന്നത് ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവരോട് ചോദിച്ചു, നിങ്ങൾ ക്രിസ്തുവിനെ നിഷേധിക്കുന്നു? അവർ പറഞ്ഞില്ല, ഞങ്ങളുടെ കർത്താവ് നാമരക്ഷകനായ യേശുവിൽ വിശ്വസിക്കുന്നു, ആ വിശ്വാസത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. അങ്ങനെയാണ് അവർ ഓരോന്നോരോന്നായിട്ട് തല വെട്ടി അവരെ കൊല ചെയ്യുന്നത്. പിൽക്കാലത്തിൽ ഇന്റർവ്യൂവിൽ അവർ ഭാര്യമാരോട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താക്കന്മാർ വെറും ഭോഷന്മാരായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? അവര് ക്രിസ്ത്യൻ ഫെയ്ത്ത് ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ഇന്ന് നിങ്ങളോടൊപ്പം ജീവിക്കാമായിരുന്നു. യേശുവിനെ നിഷേധിച്ചാൽ അവർക്ക് ഇന്ന് നിങ്ങളോടൊപ്പം സന്തോഷത്തോടെ കുടുംബത്തിൽ ജീവിക്കാമായിരുന്നു. അവരുടെ ഭാര്യമാര് പറഞ്ഞ മറുപടി അത് വാർത്താ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പ്രസിദ്ധമായിട്ട് വന്നിട്ടുള്ളതാണ്. ഒത്തിരി പ്രചാരത്തിൽ വന്നവര് പറഞ്ഞ മറുപടി ഇതാണ്: യേശു കർത്താവിനെ നിഷേധിച്ചിട്ട് ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളോടൊത്ത് ജീവിക്കുന്നതിനേക്കാൾ അവിടുത്തേക്ക് വേണ്ടി മരണം വരിച്ചതിൽ ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ തീഷ്ണത. അങ്ങനെ ജീവിതത്തെക്കാൾ ഉപരിയായി ക്രിസ്തുവിനെ സ്നേഹിക്കണമെങ്കിൽ ക്രിസ്തുവിനുള്ളതായ വിശ്വാസം നമ്മളിങ്ങനെ വന്ന് വെറുതെ ഒരു ചില ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം ഒതുങ്ങി പോയാൽ നടക്കുകയില്ല. ഈ വിശ്വാസം ഒരു അനുഭവമായി മാറണം, അനുഭവം സാക്ഷ്യമായിട്ട് മാറണം. ഈ സാക്ഷ്യമായി മാറുന്നതിന്റെ അല്ലെങ്കിൽ മാറ്റേണ്ടതിന്റെ ആവശ്യകത നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് സൺഡേ സ്കൂളായി, യുവജനങ്ങൾക്ക് MCYM-ആയി, അമ്മമാർക്ക് മാതൃവേദിയായി, MCA ആയി, നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, അങ്ങനെ വിവിധ സംഘടനകളിലൂടെ സഭ നമുക്ക് നൽകുന്നത് ഈ വിശ്വാസത്തെ അവരവരുടെ പ്രായത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ സാക്ഷ്യമാക്കി സമ്മാനിക്കാൻ. ഈ ഇടവകയെ മനസ്സിലാക്കിയിടത്തോളം പ്രത്യേകിച്ച് സൺഡേ സ്കൂളിലും യുവജന പ്രസ്ഥാനത്തിലൊക്കെ നേതൃനിരയിൽ കാലങ്ങളായി നമ്മുടെ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാതൃവേദിയിലായാലും മറ്റ് സംഘടനകളാണെങ്കിലും എല്ലാം നമ്മുടേതായ ഒരു നല്ല പ്രാതിനിധ്യം നമ്മുടെ ഈ കൂട്ടായ്മയുടേതായിട്ട് നമുക്ക് പങ്കുവയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ യോമല്ലൂരി, എറത്തുംപോണി, മറ്റൊരു പ്രദേശം എന്ന് പറയാൻ നമുക്കറിയാം. അത് വിശ്വാസത്തിന്റെ പാരമ്പര്യവും വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്തതുമായ ഒരു നാടും ഒരു മണ്ണുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ താമസിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം മഞ്ഞിനിക്കരയുടെ ഒരു പ്രത്യേകതയും ഈ യോമല്ലൂരിന്റെ മണ്ണിൽ നമ്മൾ ജീവിക്കുമ്പോൾ പിതാക്കന്മാർ കൈമാറി തന്നതായ സത്യവിശ്വാസത്തെ, സാർവത്രിക സഭയും
എല്ലാ ലൈംഗിക സഭകളിലെ കൂട്ടായ്മയിൽ കത്തോലിക്ക വിശ്വാസത്തിൽ അതിനെ ബലപ്പെടുത്തി നിർത്താനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ വിശ്വാസത്തെ നമ്മുടേതായ പ്രവർത്തനങ്ങളിലൂടെ പ്രകടമാക്കാനുള്ള ആർജവം നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള വേദികളാണ് ഈ സംഘടനകളും അവിടെ പ്രവർത്തനങ്ങളും. നിങ്ങൾ ഓരോ സംഘടനയിലൂടെ നടത്തുന്ന നിങ്ങളുടെ പ്രവർത്തനങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണെങ്കിലും ഓരോ തലങ്ങളിലും നല്ല മികവാർന്ന പ്രവർത്തനങ്ങളും നേതൃനിരയിലും നിങ്ങൾ കടന്നു വരുന്നുള്ളതായ സന്തോഷം അറിയിക്കുന്നു. അങ്ങനെ തുടർന്നും ഏറെ കുഞ്ഞുങ്ങളെ ഇവിടെ കാണാനായിട്ടിടയാണ്. ആ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു പാരമ്പര്യം കൈമാറി കൊടുത്തുകൊണ്ട് വിശ്വാസത്തിൽ തീഷ്ണതയുള്ളവരായി യേശു കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവരായി നിൽക്കാൻ നമുക്ക് ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇടവകയോടുള്ളതായ നിങ്ങൾ ഓരോരുത്തരോടും ഉള്ളതായ എന്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛനോട് സിസ്റ്ററോട് നിങ്ങൾ ഓരോരുത്തരോട് ചേർന്ന് ഈ വർഷത്തെ നമ്മുടെ ഈ ഭക്തസംഘടന വാർഷിക ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ദൈവം നിങ്ങൾ എല്ലാവരും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ദിനം നേരുന്നു.